ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കാം കേട്ടോ. അത്രയും സിമ്പിളാണ് ഈ കേക്ക്. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഇനി ഇതുണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് മൈദ എടുക്കുന്നുള്ളൂ. ഒത്തിരി വലുതാകുമ്പോൾ ഒത്തിരി ഹെവി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 3 പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ, എങ്കിലേ കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട കോഴിമുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ കോഴിമുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ കോഴിമുട്ടയുടെ ഈ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ മണി പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ പൊടിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1/2 കപ്പും അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കണം, എങ്കിലേ കറക്റ്റ് പാകത്തിനുള്ള മധുരം കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ കോഴിമുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് നല്ല ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ഈ പാലും കൂടി ചേർത്ത് കൊടുത്താൽ. അപ്പോൾ നിങ്ങൾ ഇനി പാൽ ചേർക്കുന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ പാൽ ചേർത്തതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. കോഴിമുട്ടയുടെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം മിക്സ് ചെയ്യരുത്, ഒന്നിങ്ങനെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കരുത്. അതേപോലെ കുറേശ്ശെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഒന്നിച്ചിട്ട് കൊടുത്താൽ ഇത് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചോക്ലേറ്റ് കേക്കിന് വേണ്ട കൂട്ടിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വീട്ടിലില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് A4 ഷീറ്റ് കൊണ്ട് ബട്ടർ പേപ്പർ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ അതിലോട്ട് നമ്മുടെ കേക്ക് മിക്സ് ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇനി നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ താഴെ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു തട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ചൂടായിട്ട് വേണം കേക്കിൻ്റെ മിക്സ് ഇതിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. വലിയ കുക്കർ എടുത്തിട്ട് അതിൻ്റെ താഴെ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിവിടെ കേക്ക് മിക്സ് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 40 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. 30 മിനിറ്റ് കഴിയാതെ ഇത് തുറന്ന് നോക്കുകയും ചെയ്യരുത് കേട്ടോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒന്ന് ഇരുന്ന് പോകും, നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി കിട്ടില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതായത് ഇവിടെ ഇപ്പം 35 മിനിറ്റ് കഴിഞ്ഞ് 40 മിനിറ്റ് ആയി ഏകദേശം. അപ്പോൾ ഞാനിതാ കേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റും കൂടി വെച്ചാൽ അത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പൊങ്ങി വരുമ്പോൾ ഈ മുകൾ ഭാഗം ഒന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കളയേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് ചെറിയ കേക്ക് ആയതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എടുക്കുകയാണ്. കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ട് കറക്റ്റ് 45 മിനിറ്റ് എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും.
നമുക്കിനി കേക്ക് മോൾഡിൽ നിന്നൊന്ന് കേക്ക് മാറ്റി നോക്കാം. ചൂട് തളഞ്ഞിട്ട് വേണം ഇത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്നിങ്ങനെ പൊങ്ങി വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് താഴത്തുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. താഴെയൊക്കെ നന്നായിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ചൂട് തടഞ്ഞിട്ട് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ചെറിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി കുറച്ചും കൂടി വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 3 ലെയർ വരെയൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മളിത് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു കേക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് അതിലോട്ട് അല്പം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. കേക്ക് ഇങ്ങനെ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന് 1 ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചധികം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയിട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് പൗഡറിൽ നിന്നാണ് കേട്ടോ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് വിപ്പിംഗ് പൗഡറിൽ നിന്ന് നന്ന അടിപൊളിയായിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ലെയറിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫിനിഷിങ് വേണമെന്നൊന്നുമില്ല കേട്ടോ, കാരണം അതിൻ്റെ മുകളിൽ വേറെ ലെയർ വരുമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഭാഗം മറന്ന് പോകരുത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ വിപ്പിംഗ് ക്രീം ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചോക്ലേറ്റ് കേക്ക് ചെയ്യുമ്പം ഈ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗണാശം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ വിപ്പ് ചെയ്തെടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിവിടെ കിക്കറ്റൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ചോക്ലേറ്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വിപ്പിംഗ് ക്രീം മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടൊക്കെ ചേർത്തിട്ട് വിപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു കളറിലൊക്കെ കിട്ടും. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഞാനിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാണ്, ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചും കൂടി കട്ടിയിൽ ഒന്നും കൂടി ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഐസിങ് ബാഗിലോട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കേക്കൊന്ന് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു റൊട്ടേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതേപോലത്തെ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമ്മുടെ ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രമൊക്കെ ഒന്ന് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചോക്ലേറ്റിലോട്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീമല്ല വിപ്പിംഗ് പൗഡർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചൂടുള്ള പാൽ ഒഴിച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലോട്ടൊന്നും ഒത്തിരി ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം കിക്കാറ്റ് വെച്ചിട്ട് അവിടെയൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ചോക്ലേറ്റ് ഒക്കെ ആകുമ്പോൾ ഹെവി ആയിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിൽ മാത്രമേ മെയിനായിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ സൈഡിലോട്ടും ചോക്ലേറ്റ് ഗണാഷൊക്കെ നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാനുള്ള കിക്കാറ്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 17 പാക്ക് കിക്കാറ്റാണ് എനിക്ക് വേണ്ടി വന്നത് കേട്ടോ. ഇതേപോലത്തെ 17 പാക്ക് കിക്കാറ്റ്. അപ്പോൾ നമുക്കിത് കവറിൽ നിന്ന് ഒന്ന് പൊളിച്ചിട്ട് ഓരോ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ കിക്കാറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതേപോലെ വെച്ചിട്ട് കൈക്കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ അവിടെ നിന്നോളും, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കിക്കാറ്റ് ചെറുതായിട്ടൊന്ന് അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതാണ് അത്ര ഒരു ഫിനിഷിങ് ഇല്ലാത്തത് കേട്ടോ കിക്കാറ്റിന്. അപ്പം ഞാനിത് എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു റിബണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ആ കെട്ടിലൊന്നുമല്ല കിക്കാറ്റ് നിൽക്കുന്നത്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കെട്ടിക്കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ M&M വെച്ച് കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ജെംസ് പോലത്തെ ഒരു മിഠായിയാണ് കേട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഇനി ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. സാധാരണ നമ്മൾ M&M കിക്കാറ്റും വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ നമുക്ക് വേണ്ട അത്രയും വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കാം.
ഈ കേക്കിന് നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ അകത്ത് ഹാപ്പി ബർത്ത്ഡേ ഒന്നും എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി വെച്ചാൽ കൊടുത്താൽ മതി. അപ്പം നമുക്ക് കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കാം. അത്രയും സിമ്പിളായിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്